ഞാനും ഇക്കയും കൂടെ വീട് മാറിയിട്ടുള്ള ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ ഞാനും ഇക്കയും കൂടെ വൈകുന്നേരം പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാരങ്ങ വെള്ളം കലക്കി വെച്ചായിരുന്നു. കാരണം ഫസ്റ്റിൽ തന്നെ എനിക്ക് ഒരു കുപ്പി നാരങ്ങ വെള്ളം വേണം നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇക്ക ഉച്ചയ്ക്ക് പോയപ്പോഴേ ഇടിയപ്പം ഇറച്ചിക്കറിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മാവ് ഇങ്ങനെ ആക്കാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് വല്യമ്മച്ചിയാണ് ചെയ്തു തന്നത്. ഇടിയപ്പത്തിനുള്ള മാവൊക്കെ സെറ്റാക്കി എനിക്ക് പാത്രത്തിനകത്താക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇടിയപ്പം ബീച്ചാനും എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയാണ് ഇടിയപ്പം ബീച്ച് വെച്ചത്. ഇങ്ങനെ ഉണ്ണിയപ്പം പോലെയൊക്കെയാണ് ബീച്ച് വെച്ചത്. അത് കഴിഞ്ഞ് ഇറച്ചിക്കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറച്ചിക്കറി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇച്ചു വലിയ അലമ്പൊന്നും ഇല്ലാതെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ട് എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇടിയപ്പത്തിന് ആവി വന്നപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു ശരിയാവുമെന്ന്. പക്ഷേ ഇടിയപ്പം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ബോക്സ് ഷവർമ ആണ് ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിൽപ്പുണ്ട് ഈ സാധനം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഉണ്ടാക്കും. ഈ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് അതിനകത്ത് മയണൈസൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതവിടെ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് അല്ല, ഇത് മറ്റേ മുഹബത്തിക്ക സർബത്ത് എന്നൊക്കെ പറയുന്ന സാധനം. തണ്ണിമത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് പാലും റോസ് മിൽക്കിന്റെ എസൻസും കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ക്ഷീണം മാറ്റാനൊക്കെ പറ്റിയൊരു ഡ്രിങ്ക് ആണ്. മയണൈസ് ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ച വെജിറ്റബിളിനകത്തോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് 2 സമൂസ ലീഫ് എടുക്കണം. ഒരെണ്ണം വട്ടത്തിലും ഒരെണ്ണം നീളത്തിലും വെച്ചിട്ട് നമുക്ക് ഈ മസാല നടുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് 4 സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് എണ്ണക്കകത്തിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ബോക്സ് ഷവർമയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈമായി വരുന്നുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു നോമ്പ് തുറക്കാനായിട്ട്. ഇക്കാക്ക് ഓട്ടോ ഉള്ളതുകൊണ്ട് ഇക്ക പോയിട്ടുണ്ടായിരുന്നു. ഇക്ക പള്ളിക്ക് കയറി നോമ്പ് തുറന്നോളാം. അങ്ങനെ നാരങ്ങ വെള്ളവും ബോക്സ് ഷവർമയും ഈന്തപ്പഴവും സർബത്ത്, പിന്നെ ഞാൻ കുറച്ച് ഷെമാമ് അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ഷീണം മാറാനൊക്കെ നല്ലതാണ്. അങ്ങനെ അൽഹംദുലില്ലാ വാങ്ങി വിളിച്ച് നമ്മൾ ഇന്നത്തെ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ റമദാൻ സീരീസ് 1 ആണ്. റമദാൻ 13th വരെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.